فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. പ്രിയ പഠിതാക്കളെ, ഇസ്ലാമിൻ്റെ വിശ്വാസ സംഹിതകളുടെ ഏറ്റവും പരമപ്രധാനമായ ആരാധന അഥവാ ഇബാദത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സംസാരിച്ചു വന്നത്. ഇബാദത്തിൻ്റെ വകഭേദങ്ങളിൽ പെട്ടതാണ് തവക്കുൽ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. തവക്കുൽ പലവിധമുണ്ട്. തവക്കുൽ എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരു കാര്യം ഏൽപ്പിക്കുക എന്നാണ് സാധാരണയായി നമ്മൾ അതിനെപ്പറ്റി പറയാറ്. അവിടെ അള്ളാഹുവിൻ്റെ മേൽ ബരമേൽപ്പിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. അത്തരത്തിലുള്ള തവക്കുലിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചു. അതുപോലെ തന്നെ തവക്കുൽ സിറ്, മരിച്ചവരെ അവരിൽ നിന്നും ഉപദ്രവമോ ഉപകാരമോ ഉണ്ടാവുമെന്ന് പേടിക്കുന്ന അത്തരത്തിലുള്ള തവക്കുലിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റുള്ളവരെ വരമേൽപ്പിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഏൽപ്പിക്കാൻ, അയാളിലൂടെ അയാളൊരു കാരണമായി നമുക്കൊരു കാര്യം സാധിക്കുന്നു എന്ന് ജീവിച്ചിരിക്കുന്നവരെ പറ്റിയുള്ള തവക്കുലിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ആ ഭാഗം നമ്മൾ വ്യക്തമായി തന്നെ ക്ലിയറായി തന്നെ അത് വീണ്ടും കേൾക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നാലാമത്തെ വിഭാഗം തവക്കുൽ. നമ്മൾ പറഞ്ഞു വന്ന അവസാനം മറ്റുള്ളവരെ ഏൽപ്പിക്കുക എന്ന കാര്യം ചെയ്യാൻ അനുവദനീയമാകുന്ന കാര്യത്തിൽ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നതിന് ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, അതിനെ അത്തരത്തിലുള്ള തവക്കുലിനെ തെറ്റാണെന്ന് പറയുന്നില്ല. വിശുദ്ധ ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അത് കൃത്യമായി ഇസ്ലാമിൻ്റെ ആദർശമായി പ്രഖ്യാപിക്കപ്പെട്ടതുമാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ മക്കൾ നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ആദ്യം നഷ്ടപ്പെട്ടത് യൂസുഫാണല്ലോ. ആ യൂസുഫിനെ അന്വേഷിക്കാൻ തൻ്റെ മക്കളോട് പറയുന്ന ഭാഗത്ത് യാ ബനിയ ഇദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ് വഅഖീഹി, അവിടെ എൻ്റെ മക്കളെ നിങ്ങൾ പോവുക, യൂസുഫിനെയും അവൻ്റെ സഹോദരനെയും നിങ്ങൾ അന്വേഷിക്കുവീൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്വേഷിക്കുക എന്നത്, കാണാതായ ആളെ അന്വേഷിക്കുക എന്നത് ഒരാളെ ഏൽപ്പിക്കുകയാണ്. അതിനാണ് ഈ അർത്ഥത്തിൽ മറ്റുള്ളവരെ തവക്കുൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ തൻ്റെ മൃഗത്തെ അറുക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കുന്നുണ്ട്. അതിൻ്റെ തോല് പിന്നെ സദഖ ചെയ്യാനും അതിൻ്റെ മാംസ വിതരണം നടത്താനും ഒക്കെയും അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ഇബ്നു അബീ താലിബിനെ ഏൽപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതൊക്കെ നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ട ഇസ്ലാം അനുവദിച്ച രീതിയിലുള്ള തവക്കുലാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് റഗ്ബ, ഇബാദത്തിൻ്റെ അൻവാഉൽ ഇബാദത്തിനെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൽപ്പെട്ട റഗ്ബത്ത് വേണം. റഗ്ബത്തിനോടൊപ്പം റഗ്ബത്തും റഹ്ബത്തും വേണം. എന്ന് പറഞ്ഞാൽ ആശയുണ്ടാകുക, പ്രതീക്ഷയുണ്ടാകുക, അതോടൊപ്പം തന്നെ പ്രത്യാശയും ഉണ്ടാവുക. അതായത് അള്ളാഹുവിനെ അനുസരിച്ച് അവൻ്റെ റസൂലിനെ അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് നല്ലൊരു കൃത്യമായ ഒരു നേർമാർഗം കാണിച്ചു തരുമെന്നും ആ രീതിയിലൂടെ മുന്നോട്ട് പോകാമെന്നും ആ നിലക്ക് മരണപ്പെട്ടാൽ പരലോകത്ത് രക്ഷപ്പെടാമെന്നുമുള്ള ഒരു പ്രതീക്ഷ മനസ്സിലുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അള്ളാഹുവെ ധിക്കരിച്ചാൽ, അവൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതിരുന്നാൽ അത് ഏറ്റവും വലിയ നഷ്ടത്തിനിടയാക്കുമെന്നും മോശമായ മരണത്തിലേക്ക് നയിക്കുമെന്നും അവസാന ഖബറിലും പരലോകത്തുമൊക്കെ ശിക്ഷ ലഭിക്കുന്ന രീതിയിലേക്ക് മാറുമെന്നുമുള്ള ഒരു ആശങ്കയും ഉണ്ടാകണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത് ഈ രണ്ട് ഘടകങ്ങൾ കൂടി നമ്മുടെ മനസ്സിലുണ്ടാകും. ഏത് നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യമാണ് ഒന്ന് റഗബത്തും റഹബത്തും. ആഗ്രഹം വേണം. അമലുകൾ അള്ളാഹു പറഞ്ഞ രീതിയിൽ ചെയ്യുന്നു, അതൊക്കെ ചെയ്തിട്ട് എനിക്കിതിലൂടെ പ്രതിഫലം ലഭിക്കും, സ്വർഗം ലഭിക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിൽ എപ്പോഴും സജീവമായി നിലനിർത്തുക. അതോടൊപ്പം തന്നെ ഇതൊക്കെ സ്വീകരിച്ചില്ലെങ്കിലോ
എന്നൊരു ആശങ്കയും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതാണ് റഹ്ബത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ നിലക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വ്യക്തമായി അള്ളാഹു പറയുന്നത് അവർക്ക് മാതൃകയായി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ പറ്റി പറഞ്ഞിടത്താണ് ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ മുന്നേറുന്നവരായിരുന്നു അതിവേഗം. പ്രവാചകന്മാരെ പറ്റിയാണല്ലോ അള്ളാഹു പറഞ്ഞത്. വയദ്ഊനനാ റഗബൻ വറഹബ, അവർ നമ്മോട് ആഗ്രഹത്തോടും അതേപോലെ തന്നെ ആശങ്കയോടും പ്രതീക്ഷയോടും പ്രത്യാശയോടുകൂടിയും അവർ ഞങ്ങളോട് പ്രാർത്ഥിച്ചിരുന്നു, നമ്മോട് പ്രാർത്ഥിച്ചിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വകാനൂ ലനാ ഖാശിഈൻ, അവർ നമ്മോട് അങ്ങേയറ്റം ഭയഭക്തിയുള്ളവരായിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ മറ്റൊരു ഗുണം ഇവിടെ എടുത്തു പറയേണ്ടത്, അതായത് ഇബാദത്തിൻ്റെ മറ്റൊരു വകഭേദമാണ്, മറ്റൊരു ഇനമാണ് ഖുശൂ. ആ പരം നമുക്കെല്ലാവർക്കും അറിയാം. ഖുശൂ ഉണ്ടാകണം സാധാരണയായി നമ്മളെല്ലാവരും പറയാറുണ്ട്. ഖുശൂ എന്ന് പറഞ്ഞാൽ ഭയഭക്തി എന്നാണ്. ഈ ആയത്തിൻ്റെ അവസാനത്തിൽ സൂറത്തുൽ അംബിയായിലെ 90-ാമത്തെ ആയത്താണല്ലോ ഇപ്പം നമ്മൾ കേട്ടത്. അവിടെ കാണാം വകാനൂ ലനാ ഖാശിഈൻ, ആ പ്രവാചകന്മാർ നമ്മോട് അങ്ങേയറ്റം ഭയഭക്തിയുള്ളവരായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ഖുശൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന പ്രവാചകന്മാരെ പറ്റി പറഞ്ഞെടുത്ത് അവസാനമായി പറഞ്ഞത് അവർ ഭയഭക്തിയുള്ളവരാണ് എന്നാണല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ റജാഇനോടൊപ്പം റഗബത്തിനോടൊപ്പം നമുക്ക് വേണ്ടത് ഖുശൂഉം വേണം. ആ ഖുശൂ പറയുന്നതിന് മുമ്പായിട്ട് അവിടെ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളും കൂടി ഞാൻ കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത്, രോഗമുണ്ടാകുമ്പോൾ ഒരു വിശ്വാസിക്ക് എപ്പോഴും അവന് കൂടുതലായി വേണ്ടതെന്താ? പ്രതീക്ഷ വേണം. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരണപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾ മരണപ്പെട്ടു പോകരുത് അള്ളാഹുവിനെക്കുറിച്ച് നല്ല വിചാരം മനസ്സിലുണ്ടാവാതെ. മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അനങ്ങാൻ പോലും കഴിയാതെ കിടക്കുമ്പോൾ, ഒന്ന് വിരൽ ചലിക്കാൻ പോലും കഴിയാതെ നിശ്ചലനായി കിടക്കുന്ന ഒരവസ്ഥയിൽ പോലും അള്ളാഹുവെക്കുറിച്ചുള്ള നല്ലൊരു പ്രതീക്ഷ മനസ്സിൽ നമുക്കുണ്ടാകണം. അള്ളാഹു തനിക്ക് നല്ല ഒരു അന്ത്യം നൽകുമെന്നും നല്ല മരണം നൽകുമെന്നും തൻ്റെ ആത്മാവിനെ റഹ്മത്തിൻ്റെ മലക്കുകൾ കൂട്ടിക്കൊണ്ടു പോകുമെന്നും തന്നെ സ്വർഗത്തിലെത്തിക്കുമെന്നുള്ളൊരു വിശ്വാസിയുടെ ഉറച്ച ഒരു വിശ്വാസം ആ സമയത്തുണ്ടാവണം നമുക്ക്. അത് രോഗമുള്ള സമയത്താണ്. ആ രോഗമുള്ള സമയത്ത് നമ്മെ അതിജയിക്കേണ്ടത് പ്രതീക്ഷ എന്ന ഒരു വികാരമാണ്. അതേസമയം ആരോഗ്യമുണ്ടാകുമ്പോൾ നമ്മുടെ ആ ആരോഗ്യാവസ്ഥയെ ഈ പറഞ്ഞ ഭയം എന്ന വികാരം ഭരിക്കണം. എന്ന് പറഞ്ഞാൽ തനിക്ക് ആരോഗ്യമുണ്ടാകുമ്പോഴാണല്ലോ എന്തും ചെയ്യാനും എന്തും പ്രവർത്തിക്കാനും എന്തിനും മുതിരാനും ഉള്ളൊരു ധൈര്യം കൈവരുന്നത്. ആ സമയത്ത് നമ്മുടെ ആരോഗ്യം ഏതു സമയത്തും ഇല്ലാതാകും, നഷ്ടപ്പെട്ടു പോകും. പോകുന്ന പോക്കിൽ ബൈക്കിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി വീഴും, വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാല് തെറ്റി നിലത്തേക്ക് പോകും, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒന്ന് വിചാരിക്കും മുമ്പേ തന്നെ ആക്സിഡൻറ്റുകൾ സംഭവിക്കുമെന്നുമുള്ള ഒരു ആശങ്ക ഒരു വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അത് ആരോഗ്യമുണ്ടാകുമ്പോൾ നമ്മെ ഭരിക്കേണ്ടത് യഥാർത്ഥത്തിൽ ആ പറഞ്ഞ ഒരു ഭയമാണ്. കാരണം ഇങ്ങനെ അത്യാഹിതത്തിൽ അകപ്പെടുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ എപ്പോഴും മരിക്കാം. ആ മരിക്കുന്ന സമയത്ത് അയാൾക്ക് വേണ്ടത് അള്ളാഹുവിലുള്ള പ്രതീക്ഷ, റബ്ബെന്നെ കൈവടിയില്ല, അവൻ എനിക്ക് പുറത്തു തരും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് അവന് വേണ്ടത് എന്നാണ്. ആ ആയത്തിൻ്റെ അവസാനമായി പറഞ്ഞ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാർക്കുള്ള ഏറ്റവും നല്ല ക്വാളിഫിക്കേഷനായി അള്ളാഹു പറഞ്ഞത് വകാനൂ ലനാ ഖാശിഈൻ. അവിടെ എത്താണ് നമ്മൾ നിർത്തിയിട്ടാണ് റജാഉം ഖൗഫും നമ്മൾ വിശദീകരിച്ചത്. ആ ഖുശൂഉള്ള ആളുകളായിരുന്നു പ്രവാചകന്മാർ എന്ന് പറഞ്ഞെടുത്ത് ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് അള്ളാഹു മറ്റൊരിടത്തും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അള്ളാഹുവെ ഭയപ്പെടുന്നത് അവൻ്റെ ദാസന്മാരിൽ അറിവുള്ളവർ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ മാത്രമല്ല, സൂറത്ത് ബഖറയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഫലാ തഖ്ശൗഹും വഖ്ശൗനി, നിങ്ങൾ അവരെ ഭയപ്പെടല്ല, ജനങ്ങളെ ഭയപ്പെടരുത്, എന്നെ ഭയപ്പെടണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്നൊരു സംശയം ഉണ്ടാകും, ഖൗഫും ഖുശൂഉം തമ്മിൽ വ്യത്യാസമുണ്ടോ? കേൾക്കുമ്പോൾ രണ്ടും ഒന്നുപോലെ തോന്നും. ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയം, ഖുശൂ എന്ന് പറഞ്ഞാൽ ഭയഭക്തി. രണ്ടും ഒരേപോലെ തോന്നിക്കുമെങ്കിലും പക്ഷെ രണ്ടും രണ്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മളൊരു വ്യക്തിയെ പേടിക്കുന്നു, ആ വ്യക്തിയിൽ നിന്ന്
തനിക്കൊരു ഉപകാരമുണ്ടാകുമോ അല്ലെങ്കിൽ ഉപദ്രവമുണ്ടാകുമോ എന്നൊന്നും ഒരു പ്രതീക്ഷയില്ല. അല്ലെ തന്നെ ഉപദ്രവിക്കുമെന്ന് തനിക്കറിയില്ല. എന്നാലും ആ വ്യക്തിയോടുള്ള ഒരു പേടിയാണ് യഥാർത്ഥത്തിൽ ഖൗഫ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഖുശൂ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഖശിയത്ത് എന്ന് പറഞ്ഞാൽ, ഖശിയത്ത് പറഞ്ഞല്ലോ, ആ ഖശിയത്തിനെ പറ്റി പറഞ്ഞിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ നമ്മെ ഉപദ്രവിക്കാൻ അയാൾക്ക് സാധിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെ അയാളെ ഭയപ്പെടുക എന്നതാണ് ഖശിയത്ത് അല്ലെങ്കിൽ ഖുശൂഉം തമ്മിലുള്ള വ്യത്യാസമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇബാദത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇനാബത്ത്. ഇബാദത്തിൻ്റെ അതിനുള്ള മൊത്തത്തിലുള്ള ആശയം ഉൾക്കൊള്ളുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, എണ്ണി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ കൂട്ടത്തിൽ ഒന്നാണ് ഇനാബത്ത്. ഇനാബത്ത് എന്ന് പറഞ്ഞു വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, അനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് നിങ്ങൾ വിനയാന്യതരായി നിങ്ങൾ മടങ്ങുവീൻ, അവനെ നിങ്ങൾ അനുസരിക്കുവീൻ. സൂറത്ത് സുമറിൽ 54-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു. അപ്പോൾ ഇനാബത്ത് എന്ന് പറഞ്ഞാൽ റുജൂഉ ഇലല്ലാഹി ബിൽ ഖിയാം ബി തഅതിഹി വജ്തിനാബി മഅസിയതിഹി, അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അവൻ കൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കുന്നതിലൂടെ അള്ളാഹുലേക്ക് മടങ്ങുക എന്നാണ് ഇനാബത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അത് ഏകദേശം തൗബ എന്ന പറഞ്ഞ പദത്തോട് ആശയത്തിൽ ഏകദേശം ഇത് രണ്ടും ഒരുപോലെയാണ്. വ അനീബു ഇലാ റബ്ബിക്കും ഫ അസ്ലിമൂ ലഹു എന്ന് പറഞ്ഞെടുത്ത് അസ്ലിമൂ ലഹു, അവന് നിങ്ങൾ കീഴടങ്ങുവീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ജീവിക്കുവീൻ എന്നാണ് അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇസ്ലാമും കൗനിയാണ്, പ്രാപഞ്ചികമായിട്ടുള്ള ഒരു കീഴടങ്ങൽ, ഒരു അനുസരണം അതുണ്ടാകണം. അത് എല്ലാവർക്കും അത് ബാധകമാണ്. മുഅ്മിനും കാഫിറിനും തെമ്മാടിക്കും നല്ലവനും എല്ലാവർക്കും അത് പൊതുവായി ബാധകമായ ഒരു നിയമമാണ്. പ്രാപഞ്ചികമായ ഒരു കീഴടങ്ങൽ, അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് അവൻ്റെ വിധി വിധക്കൾക്ക് കീഴടങ്ങുക എന്നത് അതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളിൽ ഉള്ളതെല്ലാം അവനെ അനുസരിക്കുന്നു, തൗഅൻ വ കർഹ, സ്വമേധയായോ അല്ലെങ്കിൽ നിർബന്ധിതരായോ ഏത് നിലക്കായാലും ആ നിലക്ക് അവൻ അനുസരിച്ചേ പറ്റൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. രണ്ടാമത്തേത് ഇസ്ലാമുൻ ശറഇയ്യാണ്, മതകാര്യങ്ങളിലുള്ള കീഴടങ്ങൽ. മതകാര്യങ്ങളിൽ അനുസരിക്കുക എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് മാത്രം പറഞ്ഞൊരു കാര്യമാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് പറഞ്ഞൊരു കാര്യമാണ് മതപരമായ ഇസ്ലാമുൻ ശറഇയ്യായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ പിന്തുടരുകയും അവരുടെ കൽപ്പനകളെ അനുസരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നത്. അതുപോലെ തന്നെ ഇബാദത്തിൻ്റെ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ഇസ്തിആന. നമുക്കറിയാം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫാത്തിഹയിൽ നമ്മൾ ഒരു ദിവസം 17 തവണ ആവർത്തിച്ച് ഓതുന്ന ആയത്താണല്ലോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നൊരു വിശ്വാസി പറയുമ്പോൾ ആ ഇസ്തിആനത്ത് ഇവിടെ പറഞ്ഞത് അള്ളാഹുവിനോടാണ് എന്ന് പറഞ്ഞാൽ ഇസ്തിആന, ഇവിടെ പറഞ്ഞ ഇസ്തിആന അള്ളാഹുവിലേക്ക് ഒരു വിശ്വാസി പരമ താഴ്മയോടുകൂടി പരമമായ വിനയത്തോടുകൂടി അവന് കീഴടങ്ങുകയും അവൻ്റെ കാര്യം അള്ളാഹുവെ ഏൽപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിന് അള്ളാഹു മതിയായവനാണ്, തനിക്ക് മറ്റൊന്നിനെയും ആവശ്യമില്ല എന്ന് ഉറച്ചുകൊണ്ട്. അപ്പോൾ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇബാദത്താകുന്ന ആ ഒരു ആരാധനയെ ഖാസാക്കുകയാണ്, അള്ളാഹ്ക്ക് മാത്രം സഹായതേട്ടം എന്ന് പറയുന്ന ഇസ്തിആനത്ത് എന്ന് പറഞ്ഞ കാര്യം അത് അള്ളാഹുവിന് മാത്രം എന്നാണ് പറയുന്നത്. ഇവിടെ ആ പറയുന്ന ഇയ്യാക എന്ന പദം നഅ്ബുദു ഇയ്യാക വനസ്തഈനു ഇയ്യാക എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തുകൊണ്ടാണ് ഇയ്യാക എന്ന ആ ഒരു പദത്തെ ആദ്യം പറഞ്ഞത്? രണ്ടിടത്തും ഇയ്യാക ആദ്യം പറഞ്ഞത് എന്താ? അതായത് നിന്നെ മാത്രം എന്നർത്ഥം ലഭിക്കാൻ വേണ്ടിയാണ്. എന്നെ ഹസ്ർ എന്നാണ് പറയുക. ആ ഹസ്ർ എന്ന അർത്ഥത്തിനാണ് യഥാർത്ഥത്തിൽ ആ നിലക്ക് അള്ളാഹുവെ മാത്രം ആരാധിക്കുന്നു, അവനോട് മാത്രം സഹായം തേടുന്നു. ഈ രണ്ടു കാര്യങ്ങൾ ഇബാദത്തിൽ ഉൾപ്പെട്ട ഇസ്തിആനത്ത്, ആ അർത്ഥത്തിലുള്ള ഇസ്തിആനത്ത് അത് അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ. ഇത് ഏതെങ്കിലും ഒന്ന് സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുത്താൽ അവൻ യഥാർത്ഥ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ നിന്ന് അവൻ പുറത്തുപോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത് അൽ ഇസ്തിആനത്ത് ബിൽ മഖ്ലൂഖി, മനുഷ്യരോട് അവർക്ക് സാധിക്കുന്ന കാര്യങ്ങളിൽ യഖ്ദുറു ബിമാ യഖ്ദുറു അലൈഹി, സാധിക്കുന്ന കാര്യങ്ങളിൽ സഹായം തേടുക. ഇത് സഹായം അഭ്യർത്ഥിക്കപ്പെടുന്ന ആരാണോ അയാളുടെ കഴിവനുസരിച്ചാണ്. അതായത് ഒരു നന്മയ്ക്ക് വേണ്ടി നല്ലൊരു കാര്യത്തിലാണ് അയാളുടെ സഹായ തേട്ടമെങ്കിൽ അത് അനുവദനീയമാണ്.
സഹായം ചോദിക്കുന്നവന് സഹായിക്കുന്നവന് അനുവദനീയമായ കാര്യമാണ്. വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് പറയുന്നിടത്ത് നിങ്ങൾ പുണ്യത്തിലും അതേപോലെ തന്നെ തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുകയും സൂറത്തുൽ മാഇദയിലെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്. അതേസമയം ഈ സഹായതേട്ടം അല്ലെങ്കിൽ സഹായം തേടിക്കൊണ്ട് സഹായിക്കുക എന്നത് സഹായതേട്ടവും സഹായവും ഇത് രണ്ടും പാപകരമായ കുറ്റകരമായ ഒരു കാര്യത്തിലാണെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുതയിലും പാപത്തിലും നിങ്ങൾ പരസ്പരം സഹായിക്കരുത് എന്ന അടിസ്ഥാനത്തിൽ അതാണെങ്കിൽ അത് പാടില്ല, അത് മുഹറമാണ്. ഇനി അതേസമയം അനുവദിച്ചൊരു കാര്യത്തിലാണ് സഹായതേട്ടം, ആ നിലക്കാണെങ്കിൽ അനുവദിച്ചൊരു കാര്യത്തിലുള്ള സഹായതേട്ടമാണെങ്കിൽ സഹായം തേടുന്നതിനും സഹായിക്കുന്നതിനൊക്കെ പുണ്യമുണ്ട്, അതിന് പ്രതിഫലമുണ്ട് എന്നാണ്. അവിടെ വലാ തആവനു എന്ന് പറയുന്നിടത്ത് നിങ്ങൾ തെറ്റിലും അതേപോലെ തന്നെ ശത്രുതയിലും പരസ്പരം സഹകരിക്കരുത് എന്ന് പറയുന്നിടത്ത് അവിടെ മാറി നിൽക്കുമ്പോൾ ചെയ്യാതിരിക്കുമ്പോൾ അതിന് കൂലിയുണ്ട്. 3-ാമത്തെ വിഭാഗം അൽ ഇസ്തിആനത്തു ബി മഖ്ലൂഖിൻ, അവിടെ ഹയ്യിൻ ഹാദിരിൻ ഗൈർ ഖാദിരിൻ എന്നാണ്. അവിടെ ജീവിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളോടുള്ള സഹായതേട്ടം, പക്ഷേ അയാൾ ദുർബലനായ, അയാൾക്ക് സഹായിക്കാൻ കഴിയണില്ല എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിൽ ദുർബലനായ ഒരാളെ കഴിവില്ലാത്ത ഒരാളോട് വെയിറ്റ് ചുമക്കാൻ പറയുന്നത് പോലെയാണ്. ആ തരത്തിലുള്ളൊരു സഹായതേട്ടമാണ്, അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 4-ാമത്തത് അൽ ഇസ്തിആനത്തു ബിൽ അംവാത്തി മുത്ലഖൻ, മരിച്ചവരോട് മുത്തലക്കായിട്ട് സഹായം തേടുക എന്നത്, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നു ഒരാളോട് സഹായം തേടുന്നു ഗൈബിയായ ഒരു കാര്യത്തിൽ, അള്ളാഹുവിന് മാത്രമേ ചെയ്യാൻ സാധിക്കൂ എന്ന കാര്യത്തിൽ മരിച്ചുപോയവരോടോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരോടോ ആ നിലക്ക് സഹായം തേടുക എന്നത് അത് ശിർക്കാണ്, അത് ശിർക്ക് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ മരിച്ചുപോയ ആളെ സംബന്ധിച്ചോളം അയാൾക്കൊന്നും രഹസ്യമായ ഒരു കഴിവ് അയാൾക്കുണ്ട് എന്ന് വിശ്വാസമാണ് അയാൾ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്, അത് ശിർക്കാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. 5-ാമത്തെ ഇസ്തിആനത്തു ബിൽ അഅമാലി വൽ അഹ്വാലി അൽ മഹ്ബൂബത്തി ഇലല്ലാഹ്, അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള സഹായതേട്ടം അത് അനുവദിച്ചതാണ്. ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ്, നിങ്ങൾ നമസ്കരിച്ചുകൊണ്ടും അതേപോലെ തന്നെ ക്ഷമിച്ചുകൊണ്ടും നിങ്ങൾ ഇസ്തിആനത്ത് നടത്തുവീരെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 153-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇസ്തിആനത്തിന് ഇവിടെ ഗ്രന്ഥകർത്താവ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പറഞ്ഞെടുത്ത് ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവോട് സഹായം തേടുക എന്നിടത്ത് ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും അള്ളാഹുവോട് പറയുക എന്നത് കളിയാക്കലല്ല. ഇവിടെ അള്ളാഹുവോട് മാത്രം സഹായം തേടണമെങ്കിൽ ചില ആളുകൾ, അതായത് ശിർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളും അമ്പിയാക്കളും ഒക്കെയും ഇതേപോലെ മറ്റുള്ളവരോടൊക്കെ ഇസ്തിഗാസ നടത്തിയിരുന്നു എന്ന് വാദിക്കുന്ന ആളുകൾ പൊതുവെ കളിയാക്കി പറയുന്ന വാക്കാണ്. അതാണ് ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും നീ ആളുകളോട് ചോദിക്കേണ്ട, അള്ളാഹുവിനെ തവക്കുലാക്കണം, അങ്ങനെ തവക്കുലാക്കാനുള്ളൊരു മനസ്സ് നിനക്ക് വേണമെന്നാണ് ഇവിടെ പറയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഇബാദത്തിൻ്റെ അൻവാഉൽ ഇബാദത്തിൽപ്പെട്ടാണ് ഇസ്തിആദത്ത്. നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറയും. എന്താണ് അർത്ഥം? ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവോട് ഞാൻ കാവൽ തേടുന്നു. അപ്പോൾ കാവൽ തേടുക എന്നതാണ് ഇസ്തിആദത്ത് എന്ന പദം കൊണ്ട് പിന്നെ അർത്ഥമാക്കുന്നത്. കുൽ അഊദു ബി റബ്ബിൽ ഫലഖ്, പുലരിയുടെ നാഥനോട് ഞാൻ സത്യം, ഞാൻ കാവൽ തേടുന്നു എന്ന് പറയുക നബിയേ. കുൽ അഊദു ബി റബ്ബിൻ നാസ്, ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറയുക നബിയെ എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. അപ്പോൾ ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ തൊലബുൽ ഇആദത്തി വൽ ഇആദത്തിൽ ഹിമായ എന്ന് പറഞ്ഞാൽ കാവൽ തേടുക എന്നതാണ് ഇസ്തിആദത്ത് കൊണ്ടുള്ള വിവക്ഷ. എന്ന് പറഞ്ഞാൽ കാവൽ തേടുക എന്ന് പറഞ്ഞാൽ അൽ ഹിമായത്തു മിൻ മക്രൂഹിൻ, ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യേണ്ടി വരുന്നതിൽ, കാണേണ്ടി വരുന്നതിൽ, ചിന്തിക്കേണ്ടി വരുന്നതിൽ നിന്നുള്ള ഒരു കാവൽ തേട്ടമാണ്, ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള തേട്ടമാണ് യഥാർത്ഥത്തിൽ ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ അഭയം തേടുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് അഭയം കൊടുക്കാൻ യഥാർത്ഥത്തിൽ അവന് കഴിയണം, അഭയം തേടപ്പെടുന്നവന് കഴിയണം. ഇവിടെ ഇസ്തിആദത്തിനെ പണ്ഡിതന്മാർ വിവരിച്ചത്, ഒന്നാമത്തേതായി ഇസ്തിആദത്തു ബില്ലാഹി തആല, അള്ളാഹുവിൽ സഹായം തേടുക, അള്ളാഹുവിൽ കാവൽ തേടുക എന്ന് പറയുമ്പോൾ സമ്പൂർണമായും അള്ളാഹുവിൽ താൻ ആവശ്യക്കാരനാണ്, അവൻ്റെ സംരക്ഷണത്തിനും അവൻ്റെ നോട്ടത്തിനുമൊക്കെയും താൻ നിർബന്ധിതനായും അതിന് ആവശ്യക്കാരനാണ് എന്ന ബോധത്തോടുകൂടി അവനോട് സംരക്ഷണം ആവശ്യപ്പെടുക എന്നതാണ്. സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നോ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യത്തിൽ നിന്നോ ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ ഏതു നിലക്കായാലും അള്ളാഹുവോട് കാവൽ തേടുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫലഖിൽ അത് വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. രണ്ടാമത്തെ ഇസ്തിആദത്തു ബി സിഫത്തിൻ മിൻ സിഫാത്തിഹി, അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോട് കാവൽ തേടുക. അതുപോലെ അള്ളാഹുവിൻ്റെ കലാമ് കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ ആളമത്ത്, അവൻ്റെ മഹത്വം, അവൻ്റെ ഇസ്സത്ത്, അവൻ്റെ പ്രതാപം പോലുള്ള വാക്കുകളൊക്കെ
ഹദീസ് കാണാൻ കഴിയും, അഊദു ബി അളമതിക നുഗ്താല മിൻ തഹ്തി. രാവിലെയും വൈകുന്നേരവും നമ്മോട് അദ്കാറു സ്വബാഹിലും മസായിലും റസൂൽ ഉൾപ്പെടുത്തിയ ഒരു ദിക്റിൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. അള്ളാഹുവോട് ഞാൻ എൻ്റെ അടിമുടി ഞാൻ മാറ്റി മറിക്കപ്പെടുന്നതിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു എന്ന് അവിടെ പറഞ്ഞെടുത്ത് ബി അളമത്തിക്ക, അള്ളാഹുവിൻ്റെ സിഫത്താണ് അളമത്ത്, മഹത്വം, പരമമായ മഹത്വം. ആ മഹത്വത്തിനപ്പുറം മറ്റൊരു മഹത്വമില്ല. അതിനോട് കാവൽ തേടുന്നു, ആ നിലക്കുള്ളത്. മാത്രമല്ല, നമുക്ക് വേദനയുണ്ടാകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നല്ലോ, അല്ലേ? ബിസ്മില്ല 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 എന്ന് പറഞ്ഞ് വേദനയുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് പിന്നീട് 7 പ്രാവശ്യം അഊദു ബിഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ എന്ന് റസൂൽ പഠിപ്പിച്ചു. അവിടെ എന്താ പറഞ്ഞത്? അഊദു ബിഇസ്സത്തില്ല, അള്ളാഹുവിൻ്റെ പ്രതാപം കൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രതാപത്തോട് ഞാൻ കാവൽ തേടുന്നു, വ ഖുദ്റതി, അവൻ്റെ ഖുദ്റത്തിനോടും കഴിവിനോടും, മിൻ ശർരി മാ അജിദു വ ഉഹാദിർ, ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയിൽ നിന്ന്, ഞാൻ ഭയപ്പെടുന്നതിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഇസ്സത്തിനോട് അല്ലെങ്കിൽ ഇസ്സത്ത് കൊണ്ട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞെടുത്ത് ഇസ്സത്ത് അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ്. അഊദു ബിറിദാക മിൻ സഖതിക്, നിൻ്റെ കോപത്തിൽ നിന്നും നിൻ്റെ തൃപ്തിയോട് അല്ലെങ്കിൽ തൃപ്തി കൊണ്ട് ഞാൻ കാവൽ തേടുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിൽ 65-ാമത്തെ ആയത്തിൽ, ഖുൽ ഹുവൽ ഖാദിറു അലാ അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും, പറയുക നബിയെ, അവൻ നിങ്ങൾക്കുമേൽ നിങ്ങളുടെ ഉപരിഭാഗത്തിലൂടെ തന്നെ ശിക്ഷയിറക്കാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഇസ്തിആനത്തിൻ്റെ വകഭേദങ്ങളിൽ മറ്റൊന്നാണ് അൽ ഇസ്തിആനത്തു ബിൽ അംവാത്തി അവൽ അഹിയ ഗൈറിൽ ഹാദിരീന അൽ ഖാദിരീന അലൽ ഔദി, കാവൽ തരാൻ കഴിവില്ലാത്ത ആളുകളോട്, അത് ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ, അള്ളാഹുവോട് നടത്തേണ്ട ഇസ്തിആനത്ത്, കാവൽ തേട്ടം അവരോട് നടത്തുക, അത് ശിർക്കാണ്. വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിൻ, സൂറത്ത് ജിന്നിൽ അള്ളാഹു പറഞ്ഞു, അത് മനുഷ്യരിൽപ്പെട്ട കുറേ ആളുകൾ യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട ചില ആളുകളോട് അവരെന്ത് ചെയ്തിരുന്നു? അവർ കാവൽ തേടിയിരുന്നു. അപ്പോൾ സാദൂഹും റഹക്ക, അപ്പോൾ അത് കാരണമായി അവർക്ക് ഗർവ്, അഹങ്കാരം വർദ്ധിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ജിന്നിൽ 6-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് പാടില്ലാത്ത രീതിയിലുള്ള ഒരു ഇസ്തിആനത്താണ്. മറ്റൊരു ഇസ്തിആനത്ത്, 4-ാമത്തെ ഇസ്തിആനത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ഇസ്തിആനത്തു ബിമാ യുംകിനുൽ ഔദു ബിഹി മിനൽ മഖ്ലൂഖിന മിനൽ ബശരി അവൽ അമാകിനി, ഏതെങ്കിലും സ്ഥലത്ത് വെച്ചോ മറ്റോ ഒക്കെയോ ഒരു അപകടത്തിൽപ്പെടുമ്പോൾ സൃഷ്ടികളോട് സഹായം തേടുക, മനുഷ്യരോട് സഹായം തേടുക എന്നത് ജായിസായ ഒരു കാര്യമാണ്, അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഒരാൾക്ക് അങ്ങനെ ഒരു ഘട്ടമുണ്ടായാൽ, മൻ വജദ മൽജഅൻ ഔ മആദൻ, എവിടെയെങ്കിലും അഭയം തേടാൻ ഒരു മാർഗമുണ്ടെങ്കിൽ അവനത് ചെയ്യട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽയുഇദ് ബിഹി എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. മുത്തഫഖൻ അലൈഹി ഹദീസാണ്. അപ്പോൾ ഇവിടെ മൽജഉം മആദും, അഭയം തേടേണ്ട ഒരവസ്ഥ വന്നാൽ അവിടെ സൃഷ്ടികളോട്, ആ കഴിവിൽപ്പെട്ട ആ കാര്യം സഹായിക്കാൻ കഴിയുന്ന ആളുകളോട് ഇസ്തിആനത്ത് നടത്തുന്നതിന് തെറ്റില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇബാദത്തിൻ്റെ ഭാഗത്തിൽപ്പെട്ടത് മറ്റൊന്നാണ് ഇസ്തിഗാസ. പൊതുവിൽ ആളുകൾക്കൊന്ന് പരിചയമുള്ള പദമാണ്. ഷിർക്കിൻ്റെ വൈതാളികരും തൗഹീദിൻ്റെ വക്താക്കളും തമ്മിൽ എപ്പോഴും പോരടിക്കുമ്പോഴും ചർച്ച വരുന്ന ഒരു വിഷയമാണ് ഇസ്തിഗാസ, അഥവാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായതേട്ടം എന്നാണ് അതിനർത്ഥം. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞത്, ഇദ്തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഗാസ നടത്തുന്ന സന്ദർഭം, ഫസ്തജാബ ലക്കും, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഗാസ നടത്തിയപ്പോൾ അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകി എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംഫാലിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്തിഗാസ എന്ന് പറയുമ്പോൾ ആ ഇസ്തിഗാസയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ അതിൽ വന്ന പ്രയോഗങ്ങളെപ്പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒന്ന്, ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ തലബുൽ ഗൗസി, സഹായിക്കാനുള്ളൊരു തേട്ടമാണ്, രക്ഷപ്പെടുത്താനുള്ളൊരു തേട്ടമാണ്. വഹുൽ ഇൻകാദു മിന ശിദ്ദത്തി വൽ ഹലാക്ക്, നാശത്തിൽ നിന്നും അതുപോലെ തന്നെ പ്രതിസന്ധികളിൽ നിന്നും രക്ഷിക്കാനുള്ള ഒരു തേട്ടമാണ് യഥാർത്ഥ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ. അത് പല വിഭാഗങ്ങളുണ്ട്. അതിലൊന്ന് അൽ ഇസ്തിഗാസത്തു ബില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവോട് തന്നെ ഇസ്തിഗാസ നടത്തുക എന്ന് പറയുമ്പോൾ അവിടെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും അതേപോലെ തന്നെ പ്രതിഫലം ലഭിക്കുന്നതുമായ ഒരു കാര്യമാണ്. പ്രവാചകന്മാരുടെ ചര്യയാണത്. അതുകൊണ്ട് തന്നെ അവിടെ ഗ്രന്ഥകാരൻ പറഞ്ഞതുപോലെ അതിനെ സംബന്ധിച്ച് അബ്ദുൽ വഹാബ് റഹ്മഹുല്ല പറഞ്ഞതും അതിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു ഉസൈമിൻ റഹ്മഹുല്ല പറഞ്ഞതുമൊക്കെ ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത്, ഇദസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ബദർ യുദ്ധവേളയിൽ
വിശ്വാസികൾ അള്ളാഹുവോട് ഇസ്തിഗാസ നടത്തിയതിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ ഇസ്തിഗാസ നടത്തിയ സന്ദർഭത്തിൽ ഫസ്തജാബലക്കും, നിങ്ങളുടെ ഇസ്തിഗാസ എന്ന ആ ദുആഇന് അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകി. എന്താ ഉത്തരം നൽകിയത്? അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, തുടരെ തുടരെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന 1000 മലക്കുകളെ തന്ന് കൊണ്ട് നിങ്ങളെ നാം സഹായിക്കും എന്ന് അള്ളാഹു അതിന് ഉത്തരം നൽകിയെന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഘട്ടം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോൾ ബദർ യുദ്ധ രണാങ്കണത്തിൽ ശത്രുക്കൾ മുഖാമുഖമായി നിൽക്കുമ്പോൾ വിശ്വാസികൾക്കൊരു പേടി തോന്നി. തങ്ങളാകെ 300 ചില്ലാനം ആളുകളേ ഉള്ളൂ. ശത്രുക്കളാണെങ്കിൽ തങ്ങളുടെ ഇരട്ടിയുണ്ട്, ആയിരക്കണക്കിന് ശത്രുക്കളുണ്ട്. അവരുടെ മനസ്സിൽ അതൊരു പേടിയായി മാറുകയും അത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലെ, ബദരീങ്ങളുടെ നേതാവ് ബദറിൽ പ്രാർത്ഥിച്ചത് അള്ളാഹുവോടാണ്. പരിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ മുൻകഴിഞ്ഞ ഒരു പ്രവാചകന്മാരോടും ഒരു സാലിഹകളോടും റസൂൽ ദുആ ചെയ്തില്ല, അള്ളാഹുവോട് ദുആ ചെയ്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരു കൈയും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് കിബിലയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅതനി, അല്ലാഹ് നീ എനിക്ക് തരാമെന്ന് പറഞ്ഞ, നീ വാഗ്ദാനം ചെയ്ത ആ സഹായം നീ വേഗം നൽകണേ എനിക്ക് നീ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിൽ ഇസാബ, ഈ ചെറു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചാൽ ഫലാ തുഅബദ് ലാ തുഅബദ് ഫിൽ അർളി, ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ഒരാളും ഉണ്ടാവില്ല എന്ന് പ്രവാചകൻ നെഞ്ചകം വിങ്ങി ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിൽ കിടന്ന തട്ടം, ആ വസ്ത്രം നിലത്തേക്ക് വീഴുന്നു. അത് കണ്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വരുന്നു. എന്നിട്ടത് റസൂലിൻ്റെ തോളത്തേക്ക് എടുത്തിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്ക്, യാ നബിയല്ലാഹ് കഫാക മുനാശിദത്തുക റബ്ബിക്, താങ്കളുടെ രക്ഷിതാവിനോടുള്ള താങ്കളുടെ ആവലാതി പറഞ്ഞത് മതി നബിയെ, ഫൈനഹു സയുൻജിസുലക വഅദക്, തീർച്ചയായും അള്ളാഹു താങ്കൾക്ക് വാഗ്ദാനം ചെയ്തത് അള്ളാഹ് നിങ്ങൾക്ക് വേഗം നൽകുക തന്നെ ചെയ്യും. അപ്പോഴാണ് ഈ ആയത്ത് അള്ളാഹു ഇറക്കുന്നത്. ഇനി ഇവിടെ ഇസ്തിഗാസയുടെ രണ്ടാമത്തെ ഭാഗം, അത് അൽ ഇസ്തിഗാസത്തു ബിൽ അംവാത്തി വൽ അബിൽ ഔ ബിൽ അഹ്യാഇ ഗൈറിൽ ഹാദിരീന അൽ ഖാദിരീന അലൽ ഇഗാസ, സഹായിക്കാൻ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ കഴിയാത്ത ആളുകളോട്, അത് ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ ആകട്ടെ, ആ നിലക്ക് സഹായം തേടുക എന്നത് അത് ശിർക്കാണ്. എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ഇസ്തിഗാസ നടത്തുന്നവൻ, മരിച്ച ആളുകൾ അവർ സഹായിക്കുമെന്ന ഉദ്ദേശത്തിൽ അവരോട് ചെയ്യുക, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആൾ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന കാര്യത്തിൽ ആ നിലക്ക് വിശ്വാസത്തോടുകൂടി അയാളോട് ഇത്തരത്തിലുള്ള സഹായതേട്ടം ചെയ്യുക എന്നത് അത് ശിർക്ക് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നമ്മൾ ഗൗരവമായി തന്നെ ശ്രദ്ധിക്കണം. ഇബാദത്തിൻ്റെ ഭാഗങ്ങൾ കുറേയേറെ ഇനിയും പറയാനുണ്ട്, കുറേ ഭാഗങ്ങൾ, അത് വളരെ ഗൗരവമായിട്ടൊരു വിശ്വാസം ശ്രദ്ധിക്കണം. തവക്കുലും ഇനാബത്തും ഖുശൂഉം പിന്നെ റജാഉം ഖൗഫും റഹബത്തും റഗബത്തും എല്ലാം അള്ളാഹുവോട്, അവൻ്റെ ഭാഗത്ത് നിന്നേ എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ ഉപകാരം ചെയ്യാൻ സാധിക്കൂ, എന്തെങ്കിലും ഉപദ്രവം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവന് മാത്രമേ സാധിക്കൂ എന്ന വിശ്വാസത്തോടു കൂടി അവനെ ആരാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമായി തീരുന്നത്. അള്ളാഹു തടക്കാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.